വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ മൗണ്ടൻ പീക്കാണ് ടിറ്റ്ലിസ്. ഓൾ അറൗണ്ട് ഇയർ അവിടെ സ്നോ തന്നെയാണ്. വേഡൻസുല്ലിൽ നിന്ന് നേരെ നമ്മൾ ലുസാനിലേക്കാണ് പോയത്. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്ഷൻ ആണ് കേബിൾ കാർസ്. ഒരാൾക്ക് വരുന്ന ചിലവ് 18,000 റുപ്പീസാണ്. നമ്മുടെ കയ്യിൽ സ്വിസ് പാസ് ഉള്ളതുകൊണ്ട് ഒരു ടിക്കറ്റ് 9,000 കിട്ടി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ടിറ്റ്ലിസ് കണ്ടിരിക്കണം. അത്രയ്ക്ക് മനോഹരമായിട്ട് തോന്നി. 1 to 2 hours നമ്മൾ കേബിൾ കാറിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ടിറ്റ്ലിസിന്റെ ടോപ്പിൽ എത്തുന്നതോറും സ്നോവും കാര്യങ്ങളെല്ലാം കണ്ടു തുടങ്ങി. നമ്മളത് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ആ വിഷ്വൽസ് എല്ലാം വേർത്തുമായിരുന്നു. നമ്മൾ അവിടെ എത്തിയതിനു ശേഷം ടിറ്റ്ലിസ് റോട്ടയർ എന്ന് പറഞ്ഞ ഒരു കേബിൾ കാറും കൂടി ഉണ്ടായിരുന്നു. വേൾഡിലത്തെ ഫസ്റ്റ് റൊട്ടേറ്റിംഗ് കേബിൾ കാറാണ് ടിറ്റ്ലിസ് റോട്ടയർ. ടിറ്റ്ലിസ് ഇരിക്കുന്നത് 9,900 ഫീറ്റിൽ മേലെയാണ്. ടിറ്റ്ലിസ് കണ്ടതിന് ശേഷം നമ്മുടെ ആൾ പറഞ്ഞിരുന്നത് ടിറ്റ്ലിസ് ആണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വ്യൂ എന്നായിരുന്നു. എനിക്കും അങ്ങനെ തന്നെ തോന്നിയിരുന്നത്. സ്വിറ്റ്സർലാൻഡിൽ പിന്നീട് കാണുന്ന ഓരോ വിഷ്വൽസും അതിലേറെ മനോഹരമായിട്ട് തോന്നി. ക്ലിഫ് വാക്കും വളരെ മനോഹരമായിരുന്നു. വീണ്ടും കേബിൾ കാറിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങി. ഓൾറെഡി 2 to 3 PM ആയിരുന്നു. അതിനുശേഷം നമ്മൾ ട്രെയിൻ എടുത്ത് വീണ്ടും ലുസാനിലേക്ക് പോയി. ലുസാനിലെത്തി അവിടെ നിന്നൊരു ഫെറി എടുത്ത് ലുസാൻ ഒന്ന് കറങ്ങി. ലുസാനിൽ കണ്ടൊരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ചാപ്പൽ ബ്രിഡ്ജ്. മുഴുവനായിട്ടും ഫ്ലവേഴ്സ് കൊണ്ട് എല്ലാ കാലത്തും അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ചാപ്പൽ ബ്രിഡ്ജ്. അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ചു. അപ്പോൾ അടുത്ത പാട്ടിൽ കാണാം. ബൈ.